സന്തോഷത്തോടെ ഹല്ലേലൂയ. പോരെ ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ആരാധനയിൽ വന്നവർ എത്ര പേരുണ്ട്? സന്തോഷിക്കുന്നവർ എത്ര പേരുണ്ട്? കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ആമേൻ പാട്ടിനകത്ത് പാടി. എനിക്ക് ചിലപ്പം കാണാതെ അറിയത്തില്ലായിരിക്കും, പക്ഷേ ആനന്ദത്തോടെ പാടാൻ, ആനന്ദത്തോടെ പാടാൻ, സന്തോഷത്തോടെ പാടാൻ, കർത്താവിന് നന്ദി പറയാൻ കർത്താവ് തരുന്ന അവസരത്തിനായിട്ട് നന്ദി. ചിലപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും പറയും അവൻ്റെ മേൽ എന്തോ വേറൊരു സാധനമുണ്ട്. ഈ ആഴ്ച നൃത്തത്തിൻ്റെ ആഴ്ചയാണ്. യേശുവിൻ്റെ നാമത്തിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. കർത്താവ് വലിയത് ചെയ്യും, വലിയത് ചെയ്യും. ആമേൻ. നമ്മൾ 12:30 ആകുമ്പോൾ നമ്മൾ ഇന്ന് ആശീർവാദം പറയും. അതിന് മുമ്പ് വചനം കേൾക്കും, ദൈവാലോചന കേൾക്കും. ഒരിക്കൽ കൂടി അല്ല സമ്പ്രദായം നമ്മൾ നൃത്തം ചെയ്ത് ഇന്നൊന്ന് ആരാധിക്കും. ആമേൻ. എൻ്റെ അഭിപ്രായത്തിൽ കസേരകളെല്ലാം മാറ്റിയിട്ടിട്ട് നൃത്തം ചെയ്യും. ആ പാട്ട് തന്നെ ആനന്ദത്തോടെ ഇതൊക്കെ ഓർത്താൽ എങ്ങനെയാണ് അടങ്ങിയിരിക്കാൻ പറ്റുന്നത്? കർത്താവ് ജീവിതത്തിൽ ചെയ്തത് ഓർത്താൽ അടങ്ങിയിരിക്കാൻ പറ്റാത്ത കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് യേശുവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഒരു വേദഭാഗം ഒന്നോർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മൾ തുടർമാനമായി നമ്മളുടെ ചെയിൻ പ്രെയർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അവൈലബിലിറ്റി നിങ്ങൾ ദയവായിട്ട് തരിക. നിങ്ങളുടെ അവൈലബിലിറ്റി, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന സമയങ്ങൾ, ഇത് പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഞാൻ ആരെയും നിർബന്ധിക്കാത്തത്. പക്ഷേ നിർബന്ധത്താലല്ല, നല്ല മനസ്സോടെ നിങ്ങളുടെ അവൈലബിലിറ്റി ഇടുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ബുധനാഴ്ചയും രാത്രി 9 മുതൽ 10 വരെയുള്ള സമയത്ത് നമ്മളുടെ ഈ കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആമേൻ അന്ന് സൂമിൽ ഒന്നിച്ചുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. ദൈവം സഹായിക്കട്ടെ. ഒരു വേഡ് കർത്താവ് എൻ്റെ ഹൃദയത്തിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ തന്നു. ആ വേഡ് ചില മിനിറ്റുകൾക്കകം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 2, 3, 4 വാക്യങ്ങളൊന്ന് വായിച്ച്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 2, 3 വാക്യങ്ങൾ. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ഉടനെ അവൻ വാതുക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 പേർ ചുമന്നുകൊണ്ട് പക്ഷവാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 4-ാമത്തെ വാക്യം. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ പറഞ്ഞ മേൽക്കൂര പൊളിച്ചു തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. കരങ്ങൾ ഉയർത്തിയ വചനത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. യേശു ഒരു ഭവനത്തിൽ, കഫർനഹൂമിൽ ഒരു ഭവനത്തിൽ ഉണ്ടെന്നുള്ള ശ്രുതി പരന്നു. യേശു ഒരു വീട്ടിൽ വന്നാൽ അതിൻ്റെ ശ്രുതി എന്ത് ചെയ്തു? പരക്കും. ചേർന്ന് പറഞ്ഞേ, ശ്രുതി പരക്കാറായി എന്നൊന്ന് പറഞ്ഞേ. ശ്രുതി പരക്കാറായി. യേശു ഉണ്ടെന്നുള്ള ശ്രുതി പരക്കാറായി. യേശു ഉണ്ടെന്നുള്ള ശ്രുതി പരക്കാറായി. ആമേൻ. എത്ര നാൾ ഒളിപ്പിച്ച് വെക്കാൻ പറ്റും? മോശക്കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ച് വെച്ചുള്ളൂ. 3-ാമത്തെ മാസം തൊട്ട് എനിക്ക് തോന്നുന്നു കുഞ്ഞിൻ്റെ ശബ്ദം പുറത്തോട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, ഇനിയും കുഞ്ഞിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല, ഇവനെ ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ. കാരണം ആമേൻ ഒരു പരിധി കൂടെ ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേ. ഒരു പരിധി കൂടുതൽ ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ, ആമേൻ, ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയാം, പിശാചിന് ഒരു പരിധി കൂടുതൽ ഒന്നും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. വാ തുറന്ന് ആമേൻ പറയാമോ? പിശാചിന് ഒരു സമയത്തിനപ്പുറത്തേക്കൊന്നും തടഞ്ഞു വെക്കാൻ. നിങ്ങൾ വായുകളെല്ലാം തുറന്ന വേടുകൾ പറഞ്ഞേ ആമേൻ. പിശാചിൻ്റെ സമയം തീർന്നു. ഇത് ദൈവസഭയുടെ സമയം തുടങ്ങാൻ പോകുന്നു. വായുകളെല്ലാം തുറന്നുകൊണ്ട് ഈ പകൽക്കാലം ചില വാക്യങ്ങൾ നമ്മൾ പ്രസ്താവിക്കാൻ വേണ്ടി പോകും. ഒരു പ്രസംഗത്തിനുള്ള സമയം ഇന്ന് പകലില്ല. ഒന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞേ, നിന്റെ ലൈഫിനോടുള്ള ബന്ധത്തിൽ, എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ആമേൻ, ലോകത്തിൻ്റെ സമയം തീർന്നു, എൻ്റെ സമയം തുടങ്ങാൻ പോകുന്നു. എൻ്റെ സമയം വരാറായി. എൻ്റെ സമയം യേശുവിൻ്റെ സമയം വരാറായി. മറിയോട് യേശു പറഞ്ഞു, ഇതെൻ്റെ സമയമല്ല. പക്ഷേ മറിയ പുറകെ ചെന്ന് പറഞ്ഞപ്പോൾ സമയമല്ല എന്ന് പറഞ്ഞെടുത്ത് യേശു എന്ത് ചെയ്തെന്നറിയാമോ? കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഈ 2025 ജൂൺ മാസം വാ തുറന്ന് വിശ്വാസത്തോടെ പറ, നിന്റെ സമയമല്ലെന്നും ഇനിയും അടുത്ത സമയങ്ങൾ മുമ്പിലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ചിലത് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളിത് കേൾക്കുന്നില്ല? കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ.
ശ്രുതി പരക്കാറായെന്ന് പറഞ്ഞ ശ്രുതി എന്തൊക്കെയോ പരക്കാൻ പോകുന്നു. ഒതുക്കി വെക്കാൻ പറ്റാത്ത നിലയിൽ ദൈവം ചില കാര്യങ്ങളെ രഹസ്യത്തിൽ എത്ര നാൾ ഒളിപ്പിച്ച് വെക്കാൻ പറ്റും? രഹസ്യത്തിൽ എത്ര നാൾ ഒളിപ്പിച്ച് വെക്കാൻ പറ്റും? ആമേൻ, സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലൊരു ഒരു കുടുംബമുണ്ട്. അവരൊന്നും ആരോട് എന്ത് ചെയ്യത്തില്ല, തുറന്നു പറയത്തില്ല. ആമേൻ, സ്തോത്രം. അപ്പോഴാണ് അവരുടെ മോള് പ്രഗ്നൻ്റായി. ആരോടും പറയാൻ നടക്കുക. കഴിഞ്ഞ ദിവസം ഈ വയറൊക്കെ വലുതായപ്പോൾ ചോദിച്ചാൽ പറയും ഗ്യാസിൻ്റെ പ്രശ്നമാണ്. എത്ര നാൾ ഒളിപ്പിച്ച് വെക്കാൻ പറ്റും? ഇന്ന് പകൽക്കാലം ഞാൻ ആവർത്തിച്ച് പറയാം, ആമേൻ, ഒളിപ്പിച്ച് വെക്കാൻ എനിക്കറിയത്തില്ല, ഇതൊരു ദൂത് പോലെ ഞാൻ കൈമാറാം. ഒളിപ്പിച്ച് വെക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് നടക്കാൻ വേണ്ടി പോകുന്നു. ആരോടും പറയാൻ മാന്യതയുള്ള ചില മേഖലകൾ കർത്താവ് ചെയ്യാൻ പോകുന്നു. അയർലൻഡിൽ ചില കാര്യങ്ങൾ ഓർത്താൽ ഉദാഹരണം പറയാൻ നിന്റെ ലൈഫിനെ ദൈവം ഒരുക്കിയിരിക്കും. 3 കാര്യങ്ങളാണ് ഇന്ന് പകൽ പറയാൻ വേണ്ടി ആഗ്രഹിച്ച് ഞാനിത് ഈ ഭാഗം വിടുക. രണ്ടാമത്തെ ഒരു കാര്യം, യേശു ഉണ്ടെന്ന് കേട്ടപ്പോൾ ആൾക്കാർ മുഴുവൻ എന്ത് ചെയ്തു? ആ വീടിനെ ലക്ഷ്യമാക്കി വന്നു. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു, വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും ഇടമില്ലാതെ വണ്ണം. അന്നേരമാണ് 4 പേര് കൊണ്ടുവരുന്നത്. ഒരു കടക്കയിൽ ആളെ എടുത്തുകൊണ്ട് വരിക. കൊണ്ടുവന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ഇതുപോലെ ഏറ്റവും പുറകിൽ ഇരിക്കത്തുള്ളൂ. പുറകിരിക്കുന്നവർ പറയും ഇവിടെ ഇടയില്ല, ഭയങ്കര തിരക്കാണ്. എല്ലാവരും ഇല്ല എന്നാ പറഞ്ഞത്. കേട്ടെ, ഈ 4 ആൾ കൊണ്ടുവന്നവരുണ്ട്. ആർക്കെങ്കിലും വഴി കൊടുത്തോ അകത്തോട്ട് കയറാൻ? അകത്തോട്ട് കയറി വരാൻ വഴി കൊടുത്തോ? അവരെന്നാ പറഞ്ഞേ? സ്ഥലം ഇല്ല. ചേർന്ന് പറഞ്ഞേ, സ്ഥലമില്ല, ഇടവില്ല. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇടവില്ല, ഇപ്പം സമയമില്ല. ഇന്ന് പകൽക്കാലം ഇല്ല എന്നുള്ളൊരു വേട് ദൈവരാജ്യത്തിൻ്റെതല്ല. ഞങ്ങളെൻ്റെ കൂടെ ഇല്ല. ഞാൻ നാട്ടിൽ വെച്ച് ഞാൻ തോന്നുന്നു 2 വർഷമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ നാട്ടിൽ വെച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ചില വാക്കുകൾ നമ്മുടെ വായിൽ നിന്നും വരരുത്. ഞാൻ വീട്ടിൽ എൻ്റെ മമ്മിയുണ്ട്, ആമേൻ, വൈഫും ഉണ്ട്. ഞാൻ അവരോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ ഒരു ബുക്ക് എടുത്ത് അടുക്കളയിൽ വെച്ചിരിക്കുക. ആമേൻ, ഭാര്യയോട് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളതൊക്കെ എന്ത് ചെയ്താൽ മതി, എന്ന് എഴുതി വെച്ചാൽ മതി. നേരം വെളുക്കുമ്പോഴേ അടുക്കളയിൽ നിന്ന് അനൗൺസ് ചെയ്യുക, അച്ഛാ കാപ്പിപ്പൊടി ഇല്ല, അച്ഛാ അരിപ്പൊടി തീർന്നു. ഇത് അടുക്കളയിലെ കാര്യം തീർന്നെന്ന് പറയുമ്പോഴും നേരം വെളുത്ത് സ്തോത്രം ചെയ്തിട്ട് ആദ്യം അവിടെ വായിക്കാത്തുനിന്ന് വരുന്ന വേർഡുകൾ എന്താണെന്നറിയാമോ? തീർന്നു, ഇല്ല, നീ തീർന്നു, ഇല്ല, തീർന്നു, ഇല്ല. എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ ബുക്ക് വെച്ചിരിക്കുക. ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് പറയണ്ട, നമുക്ക് വാങ്ങിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇല്ല എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ വേടല്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കൊണ്ടുവരാൻ കഴിയുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ പദ്ധതി. നമുക്ക് ആ ഒരു സിസ്റ്റത്തിലേക്കൊന്ന് പോകാൻ പറ്റുമോ? നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ പരസ്പരം വാട്സപ്പിലൂടെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നതാണ്. ഞാൻ വിഷ് ചെയ്യുമ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എനിക്കധികം വേർഡുകളൊന്നും എഴുതാൻ അറിയത്തില്ല. ഞാൻ ഒരൊറ്റ വേർഡ് എഴുതത്തുള്ളൂ, ബ്ലസ്സഡ് ആനിവേഴ്സറി വിഷസ്, ബ്ലസ്സഡ് ബർത്ത്ഡേ വിഷസ്. അതൊരു കൾച്ചറാണ്. ഒരാളെ അനുഗ്രഹിക്കുക, അതൊരു കൾച്ചറാണ്. ഇന്ന് പകൽക്കാലം എല്ലാവരും വാ തുറന്ന് അനുഗ്രഹിക്കാൻ പറ്റുമോ? ബ്ലസ്സഡ്, അനുഗ്രഹം, അതൊരു കൾച്ചർ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് മുതൽ നമ്മുടെ ലൈഫിനകത്ത് ഈ ഒരു കൾച്ചറെ നമുക്കൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? എന്താണെന്നറിയാമോ? ഇല്ല എന്ന് പറയത്തില്ല. കൃപ ഇല്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. ആമേൻ, സ്തോത്രം. വീട്ടിനകത്ത് പിന്നെ ആവശ്യങ്ങൾ എങ്ങനെ പറയുമെന്ന് ചോദിക്കും, അവിടെ അങ്ങ് എഴുതി വെക്ക്. അമ്മ സിസ്റ്റർ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ അന്യഭാഷ പറഞ്ഞിട്ട് അടുത്ത വേർഡ് നമ്മൾ പറയുന്നത് എന്നാണെന്നറിയാമോ? ഇവിടെ ആമേൻ, സ്തോത്രം, എന്തില്ല? ആമേൻ, പൊട്ടറ്റോ ഇല്ല. ഇല്ല, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. അനുസിസ്റ്റർ രാവിലെ ആ വീടിനകത്ത് മുഴുവൻ കേൾക്കേണ്ടത് ഇല്ല എന്നുള്ള വേടല്ല, ഉളവാക്കി തരുന്ന യേശുവിൻ്റെ വേട് നിന്റെ വായ്ക്കകത്തുനിന്ന് പുറത്തു വരട്ടെ. നിന്റെ ലൈഫിനകത്ത് നോക്കിക്കൊണ്ട് ഞങ്ങൾ ആത്മാവിൽ ഈ വചനം എടുത്തുകൊണ്ട് പ്രവചിക്കുന്നു. ശൂന്യതകളെ നിറയ്ക്കുന്നവൻ, ഇല്ലാത്ത പടകിനെ നിറയ്ക്കുന്നവൻ, ആമേൻ, ശൂന്യമായി കിടന്ന വലയെ നിറയ്ക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റുമെങ്കിൽ ഈ പകലിൽ സഭ ചേർന്ന് പറ, എൻ്റെ ഇല്ലായ്മകൾ മാറ്റി നിറയ്ക്കുന്നവന്റെ നിറവിനെ തരാൻ. ഇന്ന് പകൽ വായുകളെല്ലാം തുറന്ന് പറഞ്ഞ, ജോലി ഇല്ലെന്ന് പറയരുത്, ശമ്പളം ഇല്ലെന്ന് പറയരുത്, ആരോഗ്യമില്ലെന്ന് പറയരുത്, വേദനയാണെന്ന് പറയരുത്, ഇല്ല എന്നുള്ള വേട് പറയരുത്. പിന്നെ എന്നാ പറയാൻ പോവാന്നറിയാമോ? സങ്കടമില്ലെന്ന് പറ, നിരാശയില്ലെന്ന് പറ, നഷ്ടമില്ലെന്ന് പറ, വേദന ഇല്ലെന്ന് പറ. ആമേൻ, എനിക്ക് സങ്കടമില്ലെന്ന് പറ. എൻ്റെ പ്രത്യാശ തീർന്നു പോകത്തില്ല.
ചേർന്ന വായികളെല്ലാം തുറന്ന് ഒരു മിനിറ്റ് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ചില മിനിറ്റുകൾ പറഞ്ഞ് എല്ലാ ഇല്ലായ്മകളും ഇന്ന് പകലിൽ നമ്മുടെ കുടുംബങ്ങളുടെ അകത്തുനിന്ന് മാറട്ടെ. എല്ലാ ഇല്ലായ്മകളും നമ്മുടെ വീട്ടിനകത്തുനിന്ന് മാറട്ടെ. എല്ലാ ഇല്ലായ്മകളും നമ്മുടെ വീട്ടിനകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഞാനിങ്ങനെ സന്തോഷിക്കുക. ചിലവരെന്നെ നോക്കി നോന്ന് പറഞ്ഞതിനായിട്ട് സ്തോത്രം. അതൊരു ഭാഗ്യം കേട്ടോ. ചിലവരൊക്കെ നോന്ന് പറഞ്ഞതിനായിട്ട് സ്തോത്രം. എന്നാലേ റൂഫ് തുറക്കത്തുള്ളൂ. ഹലോ, ഒത്തിരി വഴികൾ നിന്നെ മുട്ടിയില്ലേ? അവരൊക്കെ നിന്നെ നോക്കി നോന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് നന്ദി പറയാമോ കർത്താവേ? അവരോട് പിണക്കൊന്നും വേണ്ട. ചേർന്ന് ഹൃദയം തുറന്ന് പറഞ്ഞേ, അന്ന് എനിക്ക് വേണ്ടി നോന്ന് പറഞ്ഞതിനായിട്ട് സ്തോത്രം. അന്ന് എന്തെങ്കിലും അവരെ തന്നിരുന്നെങ്കിൽ അതൊരിക്കലും എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ലായിരുന്നു. ഒരിക്കലും എനിക്കിത് ക്രിസ്തുവിൽ നിന്നും പ്രാപിക്കാൻ പറ്റത്തില്ലായിരുന്നു. ചിലവരെ നോന്ന് പറഞ്ഞതിനായിട്ട് സ്തോത്രം. ഇവരില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? ഇവിടെ അവർ പറഞ്ഞു ഇടവില്ലെന്ന് പറഞ്ഞപ്പോൾ 4 പേരും കൂടെ എന്ത് ചെയ്തെന്ന് അറിയാമോ? വീടിൻ്റെ മേൽക്കൂര തുറന്നു. നമ്മൾ ഈ വർഷം മുഴുവൻ പറഞ്ഞിരിക്കുന്ന ഒരു വേർഡാണ് ഓപ്പൺ ഹെവൻ. തുറന്ന സ്വർഗം നിനക്ക് വേണ്ടി വെളിപ്പെടും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരൊറ്റ വേർഡ് പറഞ്ഞ് അവൻ അവസാനിപ്പിക്കാം. ഇല്ലെന്ന് പറയുന്നിടത്ത് സ്വർഗം തുറന്നാൽ, പറഞ്ഞു, ഇല്ലെന്ന് പറയുന്നിടത്ത് സ്വർഗം തുറന്നാൽ ആമേൻ കൊടുക്കാനും കൂടെ ഉള്ളത് നിന്റെ കയ്യിൽ തരും. ഇല്ലെന്ന് പറയുന്നിടത്ത് സ്വർഗം തുറന്നാൽ ആവശ്യമില്ലാത്തതല്ല നിനക്ക് ആമേൻ അനാവശ്യമായതുപോലും നിനക്ക് വേണ്ടാത്തതുപോലും നിന്റെ കയ്യിൽ തരാൻ അമർത്തി കുലുക്കി കവിയുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇവിടെ ഇല്ലെന്ന് ഇവിടെ ആരെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പണിങ് അവർക്കൊന്ന് അകത്തോട്ട് കയറാൻ പറ്റിയിരുന്നെങ്കിൽ ആമേൻ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. പക്ഷേ അടുത്ത വേർഡിങ്ങിന് പറയുന്നു, അവിടെ തുറന്നു കഴിഞ്ഞപ്പം ആമേൻ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അടുത്ത 4ാമത്തെ വാക്യം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. മേൽക്കൂര പൊളിച്ചു, തുറന്നു, പക്ഷപാതക്കാരനെ എനിക്ക് ആ വേർഡ് നിങ്ങളോട് പറയണം. കിടക്കയോടെ എവിടെ പറഞ്ഞു എവിടെ ഇറക്കി വെച്ചു? ഫേബേ പറഞ്ഞേ. കിടക്കയോടെ ഇറക്കി വെച്ചു. എവിടെ ഇറക്കി വെച്ചു? 2 മിനിറ്റ്. ശാലോമേ പറഞ്ഞേ, എവിടെ ഇറക്കി വെച്ചേ? ഒന്നുകൂടെ പറയാം. ഇടം ഇല്ല എന്ന് പറഞ്ഞെടുത്ത് എന്ന് പറഞ്ഞാൽ ഇടയില്ലാത്തടത്ത് ഇപ്പം എന്നെ ഉണ്ടായി. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, ഇടമില്ലെന്ന് പറഞ്ഞെടുത്ത് എന്നെ ഉണ്ടായി. പിരിശുപ്രത്തരെ വിശ്വസിക്കുന്നോ? ഇടമില്ലെന്ന് പറഞ്ഞെടുത്ത് ആരാ വിശ്വസിക്കാൻ പറ്റുന്ന കരങ്ങളൊന്ന് ഉയർത്തിക്കേ. സ്വർഗം തുറന്നാൽ, ഞാൻ മേൽക്കൂരയ്ക്ക് പോരാ ഇങ്ങനെ വിടുക, സ്വർഗം തുറന്നാൽ ഇല്ലെന്ന് പറയുന്നിടത്ത് ഉണ്ടാകും. ഇല്ലെന്ന് പറഞ്ഞിടത്ത് നേരെ വന്നാൽ കയറ്റി വിടാത്തിടത്ത് ഇപ്പോൾ കയറ്റി വിടാത്തവൻ ഇപ്പോഴും അവിടെ നിൽക്കുക. എവിടെയാണ് നിൽക്കുന്നത്? പുറത്ത് നിൽക്കുന്നു. പക്ഷെ ഇപ്പം ആളെവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? യേശുവിൻ്റെ ഏറ്റവും അടുത്ത്. ഇപ്പം ഞാൻ യേശുവാന്ന് ഓർത്തത്തെ ഇവിടെ നിൽക്കുക, യേശുവിൻ്റെ അടുത്ത്. യേശുവിൻ്റെ നാമത്തെ ഞാൻ പറയുന്നു. ചിലവരെൻ്റെ വഴി അടച്ചതിനായിട്ട് സ്തോത്രം. ആമേൻ. എനിക്ക് ആ വഴി തുറന്നിരുന്നെങ്കിൽ ഞാൻ പുറകിൽ എവിടെയെങ്കിലും നിന്നിട്ട് പോയേനെ. പക്ഷെ എൻ്റെ മുമ്പിൽ വഴി അടഞ്ഞതിനായിട്ട് നന്ദി. എന്താണെന്നറിയാമോ? നിന്റെ മനോഹരത്വം കാണാൻ, നിന്റെ അടുക്കൽ വരാൻ, നിന്റെ പൊന്നുമുഖം കാണാൻ, നിന്നോട് അടുത്തു നിൽപ്പാൻ എനിക്ക് കൃപ നൽകിയതിനായിട്ട് നന്ദി. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വാ തുറന്ന് പറഞ്ഞേ, തുറന്ന സ്വർഗം നിനക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ലോകം തരത്തില്ലാത്തത്, ലോകം അടക്കി വെച്ചത് നിന്റെ മുമ്പിൽ ദൈവം തുറക്കാൻ പോകുന്നു. ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയുന്നു, ഈ തിരുവചനം എടുത്ത് പറയുന്നു, തമ്പുരാൻ പറയുന്നു, സ്വർഗം തുറന്നാൽ, ആകാശത്തുനിന്നൊരു വാതിൽ തുറന്നാൽ, സ്വർഗം തുറന്നാൽ നിനക്ക് മതി വരുവോളം. ഒന്നും കൂടെ ആവർത്തിക്കാം. ലോകം നിന്റെ മുമ്പിൽ നോ എന്ന് പറഞ്ഞ് അടക്കി വെച്ചതിന് ഈ ദിവസങ്ങൾ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. എനിക്കറിയത്തില്ല, ഗവൺമെന്റ് നിന്റെ മുമ്പിൽ അടച്ചു വെച്ചതിന്, മനുഷ്യൻ നിന്റെ മുമ്പിൽ അടച്ചു വെച്ചതിന്, പിശാച് നിന്റെ മുമ്പിൽ അടച്ചു വെച്ചതിന് ഇന്ന് പകൽ സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കുന്നു. വിശ്വസിക്കാമെങ്കിൽ കരങ്ങളൊക്കെ നാടിച്ച് എന്തിനാ കരങ്ങൾ അടിക്കാൻ പറഞ്ഞെന്നറിയാമോ? ലോകം അടച്ചു വെച്ചത് നിന്റെ മുമ്പിൽ സ്വർഗം പിശാച് അടച്ചു വെച്ചത് നിന്റെ മുമ്പിൽ സ്വർഗം തുറക്കാൻ പോകുന്നു. മനുഷ്യൻ അടച്ചു വെച്ചത് ഇതാരോടുള്ള ദൂതാണ്.
അബിയ, നീ വിശ്വസിക്ക്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ജേക്കബ്, നീ വിശ്വസിക്ക്. മനുഷ്യൻ നിന്റെ മുമ്പിൽ വാതിൽ അടച്ചാൽ നീ സന്തോഷിച്ചോണം. കാരണം ആർക്കും അടയ്ക്കാൻ മേലാതവണ്ണം തുറക്കാൻ കഴിവുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. യെശയ്യാവ് 22:22. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല എങ്കിൽ ഇന്ന് പകൽ സഭയുടെ മുമ്പിൽ ആമേൻ അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകളും ജനത്തിന് മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകളും യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. ഈ രാജ്യത്ത് നിനക്ക് ജീവിക്കാൻ ആവശ്യമാകുന്ന സകല പ്രൊവിഷൻസും, ഈ രാജ്യത്ത് നിനക്ക് ആവശ്യമുള്ള സകല നന്മകളും തുറക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സഹോദരനും കുടുംബം ഈ ആഴ്ച കാനഡയിലേക്ക് പോവുക. ഞാൻ ആ ആത്മാവിൽ അവരെ നോക്കി പ്രവചിക്കുന്നു. ആ രാജ്യത്ത് നിങ്ങൾക്ക് തുറക്കാനുള്ള സകല വാതിലുകളും ഒന്നുപോലും അടഞ്ഞു പോകാതെ. യെശയ്യാവ് 45:3 ഇങ്ങനെ പറയുന്നു, നിന്റെ മുമ്പിൽ വാതിൽ അടഞ്ഞു പോകാതിരിക്കേണ്ടതിന് വേണ്ടി നിന്റെ കൈക്ക് ഞാൻ പിടിച്ചിരിക്കുന്നു. 2, നിന്റെ കൈക്ക് ഞാൻ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി കടന്നു ചെന്ന് താമ്രവാതികളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിച്ചു കളയും. അവൻ നിന്റെ കൈക്ക് എന്ത് ചെയ്തിരിക്കുന്നു? എനിക്കറിയത്തില്ല. ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ചോ കേട്ടോ. മനുഷ്യൻ അടച്ചതിനെ ദൈവം തുറക്കും. തുറന്ന സ്വർഗത്തിൻ്റെ പ്രത്യേകത, ഈ അയർലൻഡിൽ ആർക്കും തുറന്നില്ലേലും ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ആമേൻ പറയാമെങ്കിൽ പറഞ്ഞോ. നിന്റെ കഴിവും പ്രാപ്തിയൊക്കെ കൂടുതലുള്ളവർ ഇവിടെ ഉണ്ടെങ്കിലും നിന്നെ കാണാതെ, നിനക്ക് വേണ്ടി തുറക്കാതെ എൻ്റെ ദൈവം പോകത്തില്ല. 2025 ഞാൻ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു, അൺബിലീവബിൾ ആയിരിക്കുന്ന, വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷ്യങ്ങൾ പറയുന്ന, വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷ്യങ്ങളുടെ അൺബിലീവബിളായിരിക്കുന്ന ടെസ്റ്റിമണികൾ സംഭവിക്കട്ടെ. ആ കരങ്ങൾ ഉയർത്തി. ഇടവില്ല, എൻട്രി ഇല്ല, കഴിഞ്ഞു, സമയം തീർന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലവരുടെ മേൽ കർത്താവ് പറയുന്നു, ആ ഡേറ്റ് കഴിഞ്ഞാൽ പോലും പ്രാർത്ഥിച്ചേ. ചില ഈ ജോബ് വേക്കൻസിക്കൊക്കെ ചില സമയം കൊടുക്കത്തില്ല, ഇന്ന സമയത്തിനകത്ത് കൊടുക്കണമെന്നൊക്കെ ഇല്ലേ. ഞാൻ ആത്മാവിൽ പറയുന്നു, ഡേറ്റ് കഴിഞ്ഞാൽ പോലും നിന്റെ ആപ്ലിക്കേഷൻ കാണുമ്പോൾ അതിനകത്തൊരു ഗ്രേസ് വെളിപ്പെടും, അതിനകത്തൊരു ഗ്ലോറി വെളിപ്പെടും. ചിലതൊക്കെ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു, ചിലതൊക്കെ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. കമാൺ, ചേർന്ന് ചില മിനിറ്റുകൾ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ഇല്ലെന്ന് പറയാതെ ആത്മാവിൽ ചിലതൊന്ന് പ്രാർത്ഥിച്ചെടുത്ത്. ഇല്ലെന്ന് പറഞ്ഞെടുത്ത് സ്വർഗം തുറക്കുന്നു. ഇല്ലെന്ന് പറഞ്ഞെടുത്ത് തമ്പുരാൻ നിനക്ക് വേണ്ടി. ഈ രാജ്യത്ത് ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നിങ്ങൾക്ക് ആമേൻ പറയാമെങ്കിൽ അത് തലയിൽ കൈവച്ചിട്ട് ആമേൻ പറഞ്ഞു. ഈ രാജ്യത്ത് ആർക്കും തുറന്നില്ലേലും നിനക്ക് വേണ്ടി തുറക്കും. നിങ്ങൾ ആരും ആമേൻ പറയേണ്ട, ഞാൻ അത് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആമേൻ പറയും. എനിക്ക് വേണ്ടി ഈ രാജ്യത്ത് തുറക്കാവുന്ന സകല വാതിലുകളും എൻ്റെ മുമ്പിൽ ദൈവം തുറക്കും. ഞാൻ ഒതുങ്ങി പോകത്തില്ല, ഞാൻ ആരും അറിയാത്തവനായിട്ട് ഇരിക്കത്തില്ല. ചിലവരുടെ മുമ്പിൽ ഒരു മാനതയോടെ ഒരാഗമനം. ചേർന്ന കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ. മനുഷ്യൻ ഇല്ലെന്ന് പറഞ്ഞെടുത്ത് സ്വർഗം തുറന്നാൽ, ഇല്ലെന്ന് പറഞ്ഞെടുത്ത് എന്ത് ചെയ്തു? ഇടം ഉണ്ടാകും. പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞെടുത്ത് ഇടം ഉണ്ടാകാൻ പോകുന്നു. ഒന്ന് ചേർന്ന് വാ തുറന്ന് പറഞ്ഞേ. ഈ ഇല്ലെന്ന് പറഞ്ഞെടുത്ത്, സാധ്യത ഇല്ലെന്ന് പറഞ്ഞെടുത്ത് ഉണ്ടാകാൻ പോകുന്നു. ഞാൻ നിങ്ങളൊക്കെ നോക്കി, ഓരോരുത്തരെയും നോക്കിക്കൊണ്ട്, ഓരോ കുടുംബത്തെ നോക്കിക്കൊണ്ട് പ്രവചിക്കുന്നു. ഇല്ലെന്ന് പറഞ്ഞിടത്ത് ഉളവാകാൻ പോകുന്നു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്വർഗം തുറക്കണം. ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ഹെവന്റെ ഇയർ ആണ്. ഈ മാസം അൺബിലീവബിൾ ആയിരിക്കുന്ന ടെസ്റ്റിമണിയുടെ സമയമാണ്. പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ.
യേശുവിൻ്റെ നാമത്തെ ചില പ്രൊവിഷൻസ് ഒക്കെ വെളിപ്പെടാൻ പോകുന്നു. ഒരു കൾച്ചറാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല എന്നുള്ള വേടങ്ങ് മാറ്റാവോ? വീട്ടിനകത്തൊന്നും ഇല്ലെന്നുള്ള വാക്കങ്ങ് പറഞ്ഞേക്കാവോ? അതിനെ കൾച്ചർ ആ കൾച്ചർ അവൻ ക്രൈസ്റ്റ് കൾച്ചറിനകത്തോട്ട് വന്നേ. കർത്താവിനോട് ഇല്ലെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും നിറച്ചുകൊണ്ട് പൊക്കോടാന്ന് പറയും. വലയ്ക്കകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും നിറച്ച് തരാടാന്ന് പറയും. 5 അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പറയും കാര്യമില്ലടാ, ഞാൻ ആമേൻ 5000-നും 15,000-നും കൊടുത്തിട്ട് ശേഷമുള്ളത് നിറയ്ക്കാമെന്ന് പറയും. ദൈവത്തിൻ്റെ കൾച്ചർ അതാണ്. ഈ രാജ്യത്തെ കൾച്ചറിനകത്തേക്ക് തമ്പുരാൻ നിന്നെ വിളിക്കുന്നു. ഇല്ലെന്ന് പറഞ്ഞെടുത്തും നിറയ്ക്കുന്നവൻ. പ്രാർത്ഥിച്ചേ ആമേൻ. തുടർന്ന് ദൈവദാസൻ പ്രാർത്ഥിക്കും. ഷാട്ടാറാബ ആമേൻ ആമേൻ സോല കട്ടോറിയ സ്മേട്ടാറിയാസിയ. ധലബല ശബരഗദല ഘടകശുന്ധര ധാലബാരഗദല ഘടകശുന്ധര അർദ്ധപ്രബാല ഘടക ശബര ധല ഘടകശന്ധരാധരാജല ധാരബല ഘടകശന്ധൽ പ്രഭാതല ഘടകസ്യ ധാരാല ബാല ധാല പ്രകാശബാധരാധലാജല അർദ്ധരാജഗാധര രഗസ്മിയാന്ധല ഘടകശ ധരവന ഘടകശം തൽ പ്രഭാതല ഘടകശധരാധരാജലാദിയ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇല്ല എന്ന് പറയുന്നിടത്ത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നതും യേശുവിൻ്റെ നാമത്തിൽ ചിലതിനെ ഞങ്ങൾ ഇന്ന് പകലിൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ട് എന്ന് വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നു. പറഞ്ഞാട്ടെ, ഇപ്പോൾ വീടില്ലെങ്കിൽ വീട് ഉണ്ടായി വരുന്നു. ഇത് പറഞ്ഞ് വരുമ്പോൾ ഇത് നിങ്ങളിത് ഓരോ ദിവസം പറയുമ്പോൾ ഇത് ഇല്ലാത്തത് ഇത് ഉണ്ടായി ഉരുവായി വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തുടക്കത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വെളിപ്പാട് കണ്ടു. ഇങ്ങനെയാണ് കണ്ടത്, ഏതൊക്കെയോ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ തൊങ്ങൽ തൊടുവാൻ വെയിറ്റ് ചെയ്യുന്ന സ്ത്രീ, തൊങ്ങലും യേശുവുമായിട്ടുള്ള ദൂരം, തൊട്ടാൽ തനിക്ക് വിടുതലുണ്ടെന്ന് 100% അറിയാം. പക്ഷേ ആ ഒരു വെയിറ്റിംഗ്, യേശു നിൽക്കുന്നു, യേശുവിനെ ഒന്ന് ആ തൊങ്ങലിൽ തൊട്ടാൽ മതി, ആ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അരികത്തൊന്ന് തൊട്ടാൽ മതി. തിരക്ക് കാരണം ഈ വസ്ത്രത്തെ തൊടാൻ ആദ്യമൊക്കെ എൻ്റെ ഭാവനയാണ്, ആദ്യമൊക്കെ വന്ന് തൊടാൻ അടുത്ത് വരുമ്പോൾ ജനം വീണ്ടും തള്ളി മാറ്റി കാണും. പക്ഷെ തൊടണം എന്നുള്ള ആഗ്രഹം, യേശുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ അഗ്രത്തെ തൊട്ടാൽ സൗഖ്യം വരുമെന്ന് ഉള്ളിലുള്ള ബോധ്യം, അവിടെ ആ വിശ്വാസം ഇത് യേശുവിനോട് അടുത്ത് വരും തോറും ഇത് അവർക്ക് മനസ്സിലായി, എന്തോ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് സംഭവിക്കാൻ പോകുന്നു. ഇന്ന് പകലിൽ പറയട്ടെ, എവിടെയൊക്കെയോ ഈ ഇങ്ങനെയുള്ള കണക്ഷൻ യേശുവുമായിട്ട്, അവിടെ ശ്രദ്ധിച്ചേ, തിരക്കും കാരണം യേശുവിൻ്റെ ആ വസ്ത്രത്തിൽ തൊടുവാൻ പാടുപെടുകയാ. പക്ഷേ അവൾക്കറിയാം തൊട്ടാൽ സൗഖ്യമുണ്ടെന്ന്. ഇതുപോലെയുള്ള ഗ്യാപ്പുകളെ ഇന്ന് പകലിൽ കർത്താവ് ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെയുള്ള കണക്ഷനുകൾ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ മുറിഞ്ഞു പോയതിനെ ഇന്ന് പകലിൽ കർത്താവ് റീസ്റ്റോർ ചെയ്യുവാന്ന് കർത്താവ് പറയുന്നു. യേശുവിൻ നാമത്തിൽ ഏതേലും മേഖലകൾക്കകത്ത് ഇതുപോലെയുള്ള ചില സ്റ്റോപ്പുകൾ വന്നിട്ടുണ്ടോ? ഇന്ന് പകൽ അതിൻ്റെ അകത്ത് റീസ്റ്റോറേഷൻ നടക്കുകയാണ്. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ചില മേഖലകൾക്കകത്ത് ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ മുഖാന്തരം, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ മുഖാന്തരം ആ കണക്ഷൻ പ്രോപ്പറാകാത്ത വന്നതിനെ ഇന്ന് പകലിൽ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ തിരിച്ചെടുക്കുന്നപ്പാ യേശുവിൻ നാമത്തിൽ അത് ക്ഷമിക്കണമേ. ഇന്ന് പകൽ അത് റീസ്റ്റോർ ആകട്ടെ. യേശുവിൻ നാമത്തിൽ റീസ്റ്റോറേഷനുകൾ സംഭവിക്കട്ടെ. ഇല്ലാത്തതിനെ ഞങ്ങൾ ഉള്ളതുപോലെ കൽപ്പിക്കുന്നു. ചിലതിനോട്, ഭവനങ്ങളോട്, വീടുകൾ ഉണ്ടായി വരട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ ദേശത്ത് അനുഗ്രഹമാകട്ടെ, സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ. ഈ രാജ്യം കർത്താവെ അടുത്ത ഉണർവിൻ്റെ സീസണിൻ്റെ അകത്ത് കർത്താവ് ഇവർ മേജർ പാർട്ടിൻ്റെ അകത്ത് നിൽക്കട്ടെപ്പാ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മനസ്സ് തുറന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.